അങ്ങനെ ജാൻസി 14 ഇറങ്ങി ഏകദേശം ഒരു 2 മണിക്കൂറോടെ കഴിഞ്ഞ് നമ്മുടെ ലേറ്റ് ആയിട്ടുള്ള ട്രെയിൻ വരും കേട്ടോ. അവിടെ നിന്ന് ഒരു ലിഫ്റ്റ് കിട്ടി നേരെ ജാൻസി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. വേണ്ട ഇതിനകത്ത് ചുവന്ന് കാണുന്ന പൻവേൽ ഗോരഖ്പൂർ ട്രെയിനിലെ അതാണ് കേട്ടോ നമ്മുടെ വണ്ടി. അപ്പോഴേക്കും വിശന്ന് ഒരു പരുവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു സാധനം വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അവിടെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് വേണ്ട 7.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മുടെ പോകേണ്ട വണ്ടി വന്നു. ജാൻസി നിന്ന് ഗോരഖ്പൂരിലേക്കുള്ള ഈ ഒരു ട്രെയിൻ യാത്രയിലെ ദുരിതമാണ് കേട്ടോ നിങ്ങൾ ഇനി ഈ ഒരു വീഡിയോക്കകത്ത് ഇനി കാണാൻ പോകുന്നത്. ട്രെയിനിൽ കയറി ചെന്നപ്പോൾ തന്നെ സീറ്റിലേക്ക് ഇരിക്കാനായിട്ട് യാതൊരു തരത്തിലും പറ്റുന്നില്ല. കാരണം ഈ സ്റ്റേഷനിൽ നിന്ന് കയറിയവരൊക്കെ ഒരു പിക്കപ്പിനകത്ത് കയറ്റാവുന്ന സാധനങ്ങളായിട്ടാണ് ഓട്ടോ കയറിയേക്കുന്നത്. അങ്ങനെ ഒരു തരത്തിൽ സീറ്റ് കണ്ടുപിടിച്ച് അതിലിരുന്നു. അപ്പോഴേക്കുമാണ് എന്തോ ഒരു സാധനം വിൽക്കാൻ വന്ന ഒരു ചേട്ടനെ അവിടെ കൂടി നിന്നവരൊക്കെ പിടിച്ച് തല്ലുന്നു. എന്താ കാരണം എന്നുള്ള ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായി. നട്ടുച്ചയ്ക്കാണ് ഈ ഒരു ട്രെയിൻ വന്നത്. ഒരു തുള്ളി വെള്ളം വിൽക്കാനായിട്ട് ആ ട്രെയിനകത്ത് ഒരു മനുഷ്യരുമില്ല. പക്ഷെ ട്രെയിനകത്ത് ഒരു മിനിറ്റിൽ ഒരു 4 പേര് വെച്ച് നമ്മുടെ വിമലും ഗുഡ്കയും പാൻപരാഗും വിൽക്കാനായിട്ട് വരും കേട്ടോ. ഈ ഒരു സാധനം ചവച്ചിട്ട് ആ ജനലിന്റെ സൈഡിൽ തുപ്പി വെക്കുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് നമ്മൾ അന്നപൂർണ്ണ സർക്യൂട്ട് ട്രെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയല്ല. पूरा देश बोल रहा है एक ही जुबान, जुबान केसरी। विमल बोलो जुबान केसरी। അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ അവിടെ വന്ന് ഇറങ്ങി കുളിച്ചൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് പ്രസവിച്ച സുഖമായിരുന്നു കേട്ടോ.